ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു നേതാവാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ മൻമോഹൻ സിംഗിനെ? അങ്ങേയറ്റം ഹൃദയബദിയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാട് കേട്ടത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അന്ത്യം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ക്യാബിനറ്റിൽ 2009 മുതൽ 2016 വരെ ഞാൻ ആഭ്യന്തര സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിലെ അപൂർവമായ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആഭ്യന്തര സഹമന്ത്രിയായി എന്നെ നിയമിക്കാനുള്ള തീരുമാനം അദ്ദേഹം എന്നെ അറിയിക്കുന്നു. സോണിയാജിയും ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രാധാന്യം എന്നെ അദ്ദേഹം അന്ന് ധരിപ്പിച്ച് ഞാൻ ഓർക്കുന്നു. ഗൗരവപൂർണമായ ഉത്തരവാദിത്വമാണ് അത് തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്നിലുള്ള അചഞ്ചലമായ വിശ്വാസവും അന്ന് പ്രകടമായിരുന്നു. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ നടക്കുന്ന സുപ്രധാനമായ ഒരുപാട് യോഗങ്ങൾ കാണും. ആ യോഗങ്ങളെല്ലാം മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സന്ദർഭമായിട്ട് ഞാൻ ഓർക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ചെറിയ ടിഫിൻ ബോക്സിലാണ് അദ്ദേഹം റൊട്ടിയും സബ്ജിയും കൊണ്ടുവരിക. അത് അദ്ദേഹം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിസ്മയമാണ് തോന്നിയിട്ടുള്ളത്. എന്നോട് അങ്ങേയറ്റം സ്നേഹം കാണിച്ച മഹാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക പരിഷ്കരണ പരിപാടികൾ ഒരുപാട് വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. കറകളഞ്ഞ സത്യസന്ധത, അതിലേറെ പ്രതിബദ്ധത അദ്ദേഹം കാട്ടിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഓർക്കുകയാണ്. ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. പാർലമെന്റ് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. അങ്ങേയറ്റം ശ്രദ്ധേയമായിരുന്നു. പ്രതിപക്ഷ ബെഞ്ചുകളിലൊക്കെ തന്നെ ആളുകൾ ഒരു ഇടപെടലും നടത്താതെ സശ്രദ്ധം ആ പ്രസംഗം അന്ന് കേട്ടതും എനിക്ക് ഓർമ്മയുണ്ട്. നോട്ട് നിരോധന നിയമത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ ഹ്രസ്വമായ ഒരു പാർലമെന്റ് ഇടപെടലുണ്ട്. അത് സുവർണ ലിപികൾ രേഖപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ വേർപാടിലുള്ള എൻ്റെ അഗാധമായ ദുഃഖം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് എനിക്ക് വ്യക്തിപരമായ ഒരു നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച ആളാണ്. പലപ്പോഴും വലിയ വിമർശനങ്ങൾ, താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ആ പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെ കാലത്തെ 10 വർഷത്തെ പദ്ധതികൾ, അതിൽ 5 വർഷക്കാലം താങ്കളും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അത്തരത്തിൽ പദ്ധതികൾ എത്രമാത്രം വലിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചതാണ്. പലപ്പോഴും അദ്ദേഹം അധികം സംസാരിക്കാത്ത പ്രധാനമന്ത്രി എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇന്നത്തെ കാലത്തെ കൂടി ചിന്തിക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം ചെറിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും അന്നുണ്ടാക്കിയ ആ മാറ്റം അത് നമുക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുന്നതല്ലേ? അദ്ദേഹം ഉഴുതുമറിച്ച മണ്ണിൽ നിന്നാണ് ഇന്നത്തെ ഗവൺമെന്റ് എന്തെങ്കിലും അവർക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ശ്രമഫലമായിട്ടാണ് അത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈ നിമിഷം പ്രതികരിച്ചതിന്. എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ച ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന ആ ദൃശ്യങ്ങൾ കൂടി അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. അത്രമാത്രം ലളിതമായി തന്നെ തൻ്റെ ജീവിതം കൊണ്ടുപോയ ഒരാൾ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുകയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ.